പവറിൻ്റെ കാര്യത്തിലേ ഒളിച്ചു ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ RS വെരി സ്മൂത്ത് എൻജിൻ, സ്മൂത്തസ്റ്റ് എൻജിൻ അറ്റ് പീക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഈ കാണുന്ന മുതലിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രത്യേകിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും തരേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളൊരു കാലത്ത് ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഡെഫിനറ്റ്ലി മെയിൽ എന്ന ടാഗ് ലൈനോടുകൂടി പുറത്തിറങ്ങിയ ഒരു വണ്ടി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ദ ഒറിജിനൽ പൾസർ, ദ OG പൾസർ. പൾസറിൻ്റെ ബ്രാൻഡിങ്ങിൽ RS NS ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പൾസർ എന്ന് പറഞ്ഞ വിപ്ലവം, അതായത് 4 സ്ട്രോക്ക്, എനിക്ക് തോന്നുന്നു 4 സ്ട്രോക്ക് വണ്ടികൾ ഇറങ്ങിയ സമയം ആ ഒരു വിപ്ലവം കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു തന്നെയാണെന്ന് തോന്നുന്നു. കരീസ്മയും പൾസറൊക്കെ തന്നെയാണ്. സോ നമുക്ക് എന്തെങ്കിലും ഇവൻ്റെ വിശേഷങ്ങൾ നോക്കാം. 150 ആണ്. കാലങ്ങളൊക്കെ ഒരുപാട് മാറി. ഒരുപാട് പണ്ടത്തെ സ്പോർട്സ് ബൈക്കാണ് ഇവൻ എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അതൊക്കെ മാറി. ഇപ്പോൾ ഒരുപാട് ഇപ്പം അപ്പാച്ചി 160 4V ഒക്കെ വന്നു, ഇവരുടെ തന്നെ N160 ഒക്കെ വന്നു. അങ്ങനെ ഇതിനേക്കാളും കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള വണ്ടികളൊക്കെ ഇറങ്ങി. സ്റ്റിൽ ഇവനെ എന്തിനെടുക്കണം നമുക്ക് നോക്കാം. സ്റ്റിൽ ഇവനെ എന്തിനെടുക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. കാര്യം കഴിഞ്ഞൊരു 10-24 വർഷമായിട്ട് ഇവന് ഈ ഒരു മാർക്കറ്റിൽ നിലവിലും തുടരണമെന്നുണ്ടെങ്കിൽ, സെയിം എഞ്ചിനായിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ എന്തോ സ്പെഷ്യൽ എലമെൻറ്റ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഏതൊരു സമയത്തും എനിക്ക് ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ത്രില്ലാണ് തോന്നിക്കുന്നത്. ഇവനേക്കാളും പവർഫുള്ളായിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് TVSനാണെങ്കിലും ഇവർക്ക് തന്നെ ആണെങ്കിലും ഉണ്ട് ഈ ഒരു 150യെക്കാട്ടിലും 180യെക്കാട്ടിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. പക്ഷേ ഇതെന്തോ സ്പെഷ്യലാണ് ഈ ഒരു സാധനം, ഈ ഒരു വണ്ടിയുടെ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ എന്നുള്ള നിലയ്ക്ക്, പൂർണ്ണമായും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വണ്ടിയുടെ സ്മൂത്ത്നെസ്സും കംഫർട്ടും ഹാൻഡിലിങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മാരക ലുക്കാണ്, പെർഫോമൻസുമാണ്, അല്ലെങ്കിൽ ഒരു കംഫർട്ടാണ് ഈ ഒരു പൾസർ എന്ന് പറയുന്നത്. ഒരു പൾസർ എന്ന് പറഞ്ഞാൽ ഒരു ഐക്കൺ തന്നെയാണ് നമ്മുടെ മോട്ടോർ സൈക്ലിംഗ് സെഗ്മെൻറ്റിൽ. സൂപ്പർ ബൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല വണ്ടി. പക്ഷേ സൂപ്പർ ബൈക്കിന് മേലിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡിങ് ആണ് പൾസർ, അല്ലെങ്കിൽ ദ ഒറിജിനൽ പൾസർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ലുക്കൊക്കെ വന്നിട്ട് ഏകദേശം 2006 വന്നതാണ്. ഏകദേശം 18 വർഷത്തോളമായി, 19 വർഷത്തോളമായി ഈ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ വന്നിട്ട്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു 2 ലൈറ്റും ഈ ഒരു ഇതൊക്കെ വന്നത്. സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അന്നത്തുള്ള യുവാക്കളുടെ ഒരു ഹരമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രീം ബൈക്കായിരുന്നു ഈ ഒരു വണ്ടി. ഇപ്പോഴും ഡ്യൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇവനിപ്പം കുറച്ച് മെച്യൂറായി. എന്താ പറയണ്ടേ, പണ്ടത്തെ വില്ലാളി വീരനൊക്കെ കുറച്ച് ഒതുങ്ങുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആളിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിലവിൽ. നിന്ന് പോകാനൊന്നും ചാൻസ് ഒന്നുമില്ല. കാര്യം ബജാജ് ഇവനെ കൊല്ലാൻ ചാൻസസ് വളരെയധികം കുറവാണ്. കാരണം P150, N150, N160 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോഡൽസ് ഇറക്കിയിട്ടും ഇവൻ്റെ തട്ട് ഇതുവരെ അവർ എടുത്ത് മാറ്റിയിട്ടില്ല. ആ ഒരു ബൾബ് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ എല്ലാം അതുപോലെ തന്നെ സെയിം നിലനിർത്തിയിട്ടുണ്ട്. എൻ്റെ പഴയ ഡിസ്കവറിലും ഈ സെയിം ബൾബ് ഇൻഡിക്കേറ്ററാണ്. ആ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം, അലോയൊക്കെ കാണാം. എൻ്റെ പഴയ ഡിസ്കവറിൽ കണ്ട അതേ ഒരു എന്താ പറയുക അലോയ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് അപ്ഡേഷൻ വരുന്നില്ലെന്നൊന്നും പറഞ്ഞ് കുറ്റം പറയാനൊന്നും നിൽക്കേണ്ട. കാരണം ഇവൻ വേറൊരു കാറ്റഗറിയാണ്. ഇവന് പകരമായിട്ട് ഒരുപാട് വണ്ടികൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇവന് പകരമാവാൻ ഇവൻ തന്നെ കാണത്തുള്ളൂ. അപ്പോൾ എൻജിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഒരു 150 എയർ കൂൾഡായിട്ടുള്ളൊരു എൻജിനാണ്. ട്വിൻ സ്പാർക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ട്വിൻ സ്പാർക്ക് നിലവിൽ എഴുതിയിട്ടില്ല. പക്ഷേ 2 സ്പാർക്ക് പ്ലഗ് വണ്ടിയിൽ വരുന്നുണ്ട്. 14 PS ആണ് വരുന്നത്. 13.8 Nm ടോർക്കും വരുന്നുണ്ട്. സംഭവം അന്നത്തെ കാലത്ത് മോസ്റ്റ് പവർഫുൾ ആയിരുന്നു. 15 bhp ഉണ്ടായിരുന്നു. ഇപ്പം BS6 ഒക്കെ ആയപ്പം കുറച്ച് പവർ കുറഞ്ഞു. ബട്ട് വണ്ടിയുടെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു സംഭവമാണ് കേട്ടോ. അതൊന്നും എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻജിൻ്റെ ഫ്രഷ്നെസ്, സൗണ്ട് ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം. ഈ ഒരു ഫ്രഷ്നെസ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നിൽക്കും എന്നുള്ളതാണ്. ആ ഒരു എക്സോസ്റ്റൊക്കെ വരുന്ന ആ ഒരു പൾസറിൻ്റെ ആ ഒരു എക്സോസ്റ്റൊക്കെ കണ്ടില്ലേ, അത് പഴയ ഒരു ഐക്കോണിക്ക് അത് തന്നെയാണ് സംഭവം. അത് ആ ടാങ്ക് ആണെങ്കിലും ആ സൈഡ് പാനലൊക്കെ ആണല്ലോ 150 ആ ഒരു ഗ്രാഫിക്സിൽ വന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി സിംഗിൾ പീസ് ഉണ്ട്, സ്പ്ലിറ്റ് സീറ്റും ഉണ്ട്. ഇതെനിക്ക് പേഴ്സണലി ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷേ ലുക്ക് കാണാൻ മറ്റേതിനാണ്. പക്ഷേ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കി, ഇതാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ RSഉം NSഉം ഡൊമിനാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു DNA ആണ് നമുക്ക് അവിടെയും കാണാൻ സാധിക്കുക. പിന്നെ സ്പ്ലിറ്റ് സീറ്റ് വരുന്ന വണ്ടിക്ക് ഡുവൽ ഡിസ്കും വരും. അതുപോലെ തന്നെ ടയറിൽ കുറച്ച് വലിപ്പമുണ്ട്. ഇത്
80 എന്തോ സെക്ഷൻ ടയറാണ് ഈ ഒരു വണ്ടിയുടെ ടയർ എന്ന് പറയുന്നത്. MRFിൻ്റെ ടയറാണ് വരുന്നത്. അത് അന്നത്തെ പഴയ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടയറിൻ്റെ ഗ്രിപ്പിന് പോലും വന്നിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റൊക്കെ കൂടെ കാണാം. കാറ്റലിക് കൺവെർട്ടറൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ നിലവിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇർട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ആ ഒരു എൻഡ്യൂറൻസിൻ്റെ നൈട്രോക്സ് ഫീൽഡ് മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക്. മോണോഷോക്കല്ല, ഡുവൽ ഷോക്ക് അബ്സറാണ് വരുന്നത്. പിന്നെ നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കുന്നവനും ഇരിക്കുന്നവനും ഒക്കെ കിട്ടുക. ഇപ്പം നിലവിൽ വന്നേക്കുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു പൾസറിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിപ്ലവപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ മീറ്റർ കൺസോളിൻ്റെ മാറ്റമാണ്. നമുക്കിവിടെ കാണാം പൾസർ NS 150ലും N160ലും ഒക്കെ വന്ന അതേ ഒരു ലെവലിലുള്ള മീറ്ററാണ്. RS200ലും ഈ ഒരു മീറ്റർ വരുമെന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമമുണ്ടായി ഈ ഒരു മീറ്റർ വന്നതിൽ. കാരണം പഴയ ഒരു കളർഫുൾ അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു എനിക്കിഷ്ടം. ആ ഒരു സൂചിയിൽ പോലും ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് എന്തോ ഒരു വികാരമായിരുന്നു. പക്ഷേ ഇത് ഇറ്റ്സ് ഗുഡ്. എനിക്ക് നല്ല ഒരു മീറ്ററായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മോഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഇൻസ്റ്റൻറ്റ് ഫ്യൂവലുണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് ടു MT ഉണ്ട്, ആവറേജ് ഫ്യൂവലുണ്ട്, ട്രിപ്പ് A ട്രിപ്പ് 2 അങ്ങനെ ഒരുപാട് വാണിങ്ങും കാര്യങ്ങളൊക്കെ പൾസർ. അങ്ങനെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. പിന്നെ മൊബൈലിൽ വഴി ആപ്പൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ ഈ ഒരു ഗ്രാബ് റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്പ്ലിറ്റ് സീറ്റിലല്ലാത്ത വണ്ടിക്കാണ് ഈ ഒരു ഗ്രാബ് റെയിൽ വരുന്നത്. നല്ല രസമാണ് ഈ ഒരു ഗ്രാബ് റെയിൽ കാണാനൊക്കെ ആയിട്ട്. പിന്നെ കിക്കറൊക്കെ കണ്ടില്ലേ, FI വണ്ടിയിൽ കിക്കർ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വർക്കിംഗ് ആണ്, അത് മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയിലും സിംഗിൾ ചാനൽ ABS മാത്രമാണ് വരുന്നത്. അപ്പോൾ മിററൊക്കെ കണ്ടില്ല, ആ പഴയ ഒരു പൾസറിൻ്റെ ആ ഒരു രീതിയിലുള്ള മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലച്ചിങ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെയും പവറിൻ്റെയൊക്കെ കാര്യം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും പറയാം. ഓക്കെ, അതൊക്കെ തന്നെയാണ് വണ്ടിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. വണ്ടി നിർത്തിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടി ഓടിക്കാം. എനിക്ക് വണ്ടി നിർത്തിയിടുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ലോഞ്ച് ദിസ് ബൈക്ക്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട, എപ്പോഴും എവർഗ്രീനായിട്ട് ഓടിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു വണ്ടി. ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ. പണ്ടൊക്കെ ബജാജിൻ്റെ പൾസർ അല്ലെങ്കിൽ ബജാജിൻ്റെ വണ്ടികൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ ഇന്നത് മാറി, കാലം മാറി. ഇന്ന് ആൾക്കാർ വണ്ടിയുടെ പെർഫോമൻസും ഗുണനിലവാരം നോക്കിയാണ് വണ്ടി എടുക്കുന്നത്. അങ്ങനെ നോക്കിയെടുക്കാനാണെങ്കിൽ പൾസർ ഈസ് ഗുഡ്. പക്ഷേ റിലയബിലിറ്റിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ മറ്റേ ജാപ്പാനീസ് വണ്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. പക്ഷേ നോക്കേണ്ട രീതി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 1 lakh കിലോമീറ്റർ മുകളിൽ ഓടിയിരിക്കുന്ന മോഡൽ പൾസർ അല്ലെങ്കിൽ ബജാജിൻ്റെ വണ്ടികളാണ് സത്യം പറഞ്ഞാൽ. അത് മാത്രമല്ല, ഒരു തവണ പൾസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ബ്രാൻഡിലോട്ട് തോന്നാൻ ചാൻസ് വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. 1 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ 5 ലക്ഷം വരെ കിലോമീറ്റർ ഓടിച്ച് 220 150 ഒക്കെ ഉള്ള ആൾക്കാർ. വൺ ടച്ച് സ്റ്റാർട്ടാണ്, നല്ല റിഫൈൻഡാണ് വണ്ടി, ഭയങ്കര സ്മൂത്താണ്, ക്ലച്ച് നല്ല ടൈറ്റാണ്. പിന്നെ ഡുവൽ ലിവറാണ് ഗിയറിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൺഫ്യൂഷനാവും. ഫ്രണ്ട് ഗിയറിലോട്ട് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പൾസർ ഓടിക്കുമ്പം കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്നതിന് തുല്യമാണ്. അത് അന്നത്തെ കാലത്ത് ഓടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേർ ചിലപ്പം ഡ്യൂക്കൊക്കെ ഓടിച്ചിട്ട് ആദ്യമായിട്ട് പൾസർ ഓടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം പുച്ഛമായിരിക്കും തോന്നുക. പക്ഷേ അന്നത്തെ കാലത്ത് ആദ്യമായിട്ടൊരു പൾസർ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, വണ്ടി നല്ല റിഫൈൻഡാണ്, അടിപൊളി. പിന്നെ എനിക്ക് വണ്ടിയുടെ സീറ്റിംഗ് കംഫർട്ടും ഷോക്കിൻ്റെ കംഫർട്ടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തത്. ഷോക്ക് ഈസ് വെരി വെരി ഗുഡ്. ഇതൊരു ഓഫ് റോഡിങ് വണ്ടിയല്ല, ബജാജിന് ഓഫ് റോഡിങ് വണ്ടികളും ഇല്ല. എന്നിട്ട് പോലും നിങ്ങൾ നോക്കി, ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കൂടെ എത്രത്തോളം വൈബ്രേഷനായിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അടിപൊളി കംഫർട്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കംഫർട്ട്. ഈ ഒരു ബജാജിൻ്റെ വണ്ടിയിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ ബജാജിൻ്റെ ഓണറാണ്, ലോങ് ടൈമായിട്ട് ബജാജിൻ്റെ ഓണറാണ്, ലോങ് ടൈമായിട്ട് യമഹായുടെ ഓണറാണ്, ഹീറോയും അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉപയോഗിച്ച വണ്ടികൾ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടിയിരിക്കുന്നത് എൻ്റെ ബജാജിൻ്റെ വണ്ടികളിൽ നിന്നാണ്. ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, കാരണം ഞാനൊരു അന്ധമായിട്ടുള്ളൊരു ഫാനല്ല ഒരു ബ്രാൻഡിന്. റിഫൈൻഡാണ് വണ്ടി. ആ ഒരു POV ഒക്കെ കണ്ടില്ല, അതൊക്കെ അങ്ങ് മാറിപ്പോയി. പക്ഷേ കൊള്ളാം കേട്ടോ. 150ൽ എനിക്ക് വലിയ പോരായ്മയായിട്ട് തോന്നുന്നില്ല. പവർ ഡെലിവറിയുടെയൊക്കെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ ഒരു പൾസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു വണ്ടി കണ്ണടച്ചുകൊണ്ട് ഓടിക്കാൻ. ബ്രേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല. ഇതെന്താണിത്?
പൾസറിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു മിഡ് റേഞ്ചിലാണ്. ഭയങ്കര ത്രില്ലിംഗ് ആണ് ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആ ഒരു എയർ ബോക്സിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടും കൂടെ പ്രത്യേകതരം ഒരു സൗണ്ടാണ്. ഭയങ്കര ലീനിയർ ആയിട്ടുള്ളൊരു പവറാണ്. മിഡ് റേഞ്ചിലാണ് ഈ ഒരു വണ്ടിയുടെ പവർ അങ്ങോട്ട് തുറക്കുന്നത്. പക്ഷേ ഈ വണ്ടിയെ ഞാൻ പവറും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക വിലയിരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടിക്കാലിറ്റി. പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു 10-15 വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ഇവൻ്റെ പവറും പെർഫോമൻസിനെയൊക്കെ പറ്റി പറഞ്ഞ് നമുക്ക് കമ്പയർ ചെയ്യാമായിരുന്നു മറ്റുള്ള വണ്ടികളായിട്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടി ആരൊക്കെ വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെച്യൂറായിട്ടുള്ള ഒരു ഓഫീസ് മാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് നോക്കുന്ന ഒരു വണ്ടി, സിറ്റി കമ്മ്യൂട്ടിങ്ങിന് ഡെയിലി ഓടിക്കാൻ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. നിങ്ങളൊരു 10-20 വർഷത്തോളം പഴക്കമുള്ളൊരു മോഡലാണെന്ന് നിങ്ങൾ കണക്കാക്കേണ്ട. കാര്യം ദിസ് ഈസ് എവർഗ്രീൻ ഡിസൈനാണ്, എവർഗ്രീൻ ഹാൻഡിലിംഗ് ആണ്. നിങ്ങൾ ഇപ്പം നിലവിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. NS 160, അതുപോലെ തന്നെ അപ്പാച്ചി RTR 160 4V. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും പവർഫുള്ളാണ്. മികച്ച രീതിയിലുള്ള എന്താ പറയുക പെർഫോമൻസൊക്കെ നിങ്ങൾക്ക് തന്നേക്കാം, ഫീച്ചേഴ്സൊക്കെ തന്നേക്കാം. ബട്ട് ഇവൻ്റെ ഒരു എന്താ പറയുക ഒരു 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 ഹാൻഡിലിങ്ങും കംഫർട്ടും അല്ലെങ്കിൽ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഭയങ്കരമാണ് കേട്ടോ. അത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് വരാൻ ചാൻസസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ ലോങ് റൈഡിനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക അതിനൊക്കെ ഇപ്പോഴത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 150cc തന്നെ ലോങ് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈവൻ ലോങ് റൈഡ് കൊണ്ടുപോകാനും നമുക്ക് മോശമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഒരു 70-ലൊക്കെ ക്രൂസ് സ്പീഡ് നമുക്ക് ഒരു നല്ലൊരു സ്വീറ്റ് സ്പോട്ടായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല കോർണറിങ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അത് മാത്രമല്ല എൻജിൻ അത്യാവശ്യം റിഫൈൻഡ് ആണ്. പിന്നെ സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് തരക്കേടില്ലാതെ ഒരു 100-200 കിലോമീറ്ററൊക്കെ നമുക്ക് റൈഡ് ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ എന്നൊക്കെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഒരു 50-55 മൈലേജ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം കൺഫേം ആണ്. കാര്യം ഇപ്പം നിലവിൽ FIയും കൂടെ ആയതുകൊണ്ടേ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള മൈലേജ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കാർബറേറ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ 50-55 കിട്ടുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം വിശ്വാസം മാത്രമാണ്. പിന്നെ ആക്സലറേഷൻ ഇതേ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു 70-ലാണ് പോകുന്നത് കണ്ടില്ലേ, 70-72, നോട്ട് ദാറ്റ് മച്ച് സ്ട്രെസ്. ഒരു 75-ന് മുകളിലോട്ടൊക്കെ അത്യാവശ്യം സ്ട്രെസ്സായിട്ട് തന്നെയാണ് തോന്നുന്നത്. 2 വാൽവ് എഞ്ചിനല്ലേ, പഴയ ആ 2 വാൽവ് എഞ്ചിന്. ഇതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതേ കംഫർട്ടും ഇതേ ഫീലും ഒക്കെ വേണം, കുറച്ചും കൂടെ പവർ വേണമെന്നുണ്ടെങ്കിൽ N 160 ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ ആണ്. ബട്ട് അഗ്രസീവ് അല്ല. NS 160 ഒക്കെ പോലെ NS കുറച്ചും കൂടെ അഗ്രസീവാണ് 160. ബജാജിന് തന്നെ അറിയത്തില്ല അവർക്ക് എത്രത്തോളം കാറ്റഗറി ഉണ്ട് എന്നുള്ള കാര്യം. ഒരുപാട് കാറ്റഗറി ഉണ്ട് അവർക്ക്. NS 160 ഉണ്ട്, N 160 ഉണ്ട്, N 150 ഉണ്ട്, P 150 ഉണ്ട്. എനിക്ക് തോന്നുന്നത് NS 160 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ഓടിക്കാൻ പറ്റുന്ന ബജാജ് മോട്ടോർ സൈക്കിൾസാണ്. പിന്നെ ഈ N 160യും ഈ പറഞ്ഞ ഈ വണ്ടിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലീനിയർ ആയിട്ടുള്ള ഇതിൻ്റെ അപ്ഡേഷനാണ് N 160 എന്ന് പറയുന്നത്. വെരി സ്മൂത്ത് എൻജിൻ, സ്മൂത്തസ്റ്റ് എൻജിൻ അറ്റ് പീക്ക്. ഇതാണ് ടിപ്പിക്കൽ പൾസർ. ആ ഹോണ്, അതിൻ്റെ ആ സൗണ്ട്, ആ ഒരു കംഫർട്ട്, ആ ഒരു പവർ, എല്ലാം കൊണ്ടും ഇതൊരു പൾസർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊക്കെ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്. അത്ര സ്പോർട്ടി ആയിട്ടുള്ളൊരു പൊസിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. സോ ഒരു ഹൈവേയിലൊക്കെ ഉള്ള ടൂററാണോ അല്ലെങ്കിൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണോ എന്നുള്ള രീതിയൊന്നും നിങ്ങൾ നോക്കണ്ട. അവനൊരു എന്താ പറയുക, ഒരു മോഹൻലാലോ മമ്മൂട്ടിയൊക്കെയാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇവൻ കാണും. പെർഫോമൻസിനെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കാര്യം നമുക്കൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിൽ. പൊളിച്ച് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈബ്രേഷൻസൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. ഒരു ഇച്ചിരി എരപ്പൊക്കെ വരും. അത് 2 വാൽവ് എഞ്ചിൻ്റെ ഒരു നേച്ചറാണ്. ആ ഒരു പഴയ എഞ്ചിനല്ലേ. 4 വാൽവിലോട്ട് പോകണമെങ്കിൽ NSലോട്ടൊക്കെ പോകണം. N 160 2 വാൽവ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ പവർഫുള്ളാണ്. ആക്സിലറേറ്ററൊക്കെ സ്മൂത്താണ് ഉണ്ടല്ലേ. പുഷ്പം പോലെ വണ്ടി കയറുന്നുണ്ട് എന്തായാലും. സോ കഴിഞ്ഞു, വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. സോ നമുക്കിപ്പോൾ പോപ്പുലർ ബജാജ് ആണ് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത്. ഒരുപാട് നന്ദിയുണ്ട് പോപ്പുലർ ബജാജ്. ഇതുപോലെ എല്ലാ വണ്ടികളും റിവ്യൂ ചെയ്യാൻ വേണ്ടി തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ശരിയെന്നാൽ.